വരുമ്പോ ഒരു പ്രത്യേകത, വലിയ ആവേശത്തോടു കൂടി ചിലരൊക്കെ പ്രസംഗിക്കുന്നതായി നടിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിലൊരു ആന്തരിക ക്ഷീണം കാണാം. കാരണം എന്താ? പ്രതിപക്ഷത്തെ പലരെയും കാണാനില്ല എന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി വരും, എനിക്കറിയില്ല. എവിടെ പോയി വീരശൂര പരാക്രമികൾ? ചിലർ ജയിലിൽ, ചിലർ ആശുപത്രിയിൽ, ചിലർ ജാമ്യത്തിൽ, ചിലർ ജയിലിലേക്കുള്ള യാത്രയിൽ. എന്താ കേസ്? അഴിമതിയല്ലേ? ലീഗുകാർ പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയണ്ടേ? കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും വലിയ നേതാവ് CH മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന് മലബാറിൽ ഒരു സ്വീകരണം കിട്ടി. ആ സ്വീകരണ യോഗത്തെ പ്രസംഗിക്കുമ്പോ തന്നെ കേൾക്കാൻ കൂടിയ പുരുഷാരത്തോട് അദ്ദേഹം പറഞ്ഞു, കഴിവുകെട്ടവനെന്നൊരു പക്ഷേ ഞാൻ പേര് കേൾപ്പിച്ചാലും അഴിമതിക്കാരനെന്ന് പേര് കേൾപ്പിക്കില്ല, അത് വാക്കുതരുന്നു എന്നാണ് പറഞ്ഞത്. ആ പാർട്ടിയുടെ ഇന്നത്തെ നേതാക്കന്മാരെല്ലാം ജയിലിലും ജയിലിലേക്കുള്ള യാത്രയിലും അല്ലേ? രാഷ്ട്രീയ പ്രേരിതമാണത്രേ. 149 പരാതികൾ മഞ്ചേശ്വരം MLA യുടെ പേരിൽ വന്നു. അതിൽ ഒരെണ്ണം CPM കാരൻ കൊടുത്ത പരാതിയുണ്ടോ? ഒരെണ്ണം DYFI കാരൻ കൊടുത്ത പരാതിയുണ്ടോ? എല്ലാം നിങ്ങളുടെ പാർട്ടിയല്ലേ? നിങ്ങളുടെ കൂട്ടരെ ഇങ്ങനെ പറ്റിച്ചാൽ പിന്നെ മറ്റുള്ളവരെ നിങ്ങൾ എങ്ങനെ പറ്റിക്കും? എന്തെല്ലാം അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പാലം പൊളിഞ്ഞു വീണു. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ പാലം പൊളിക്കേണ്ടി വന്ന്? ഇഞ്ചി കൃഷി നടത്തി 6000 സ്ക്വയർ ഫീറ്റ് വീട് കർണാടകയിലും മാണ്ഡ്യയിലും മൈസൂരിലും ഇഞ്ചി കൃഷി നടത്തുന്ന പാവപ്പെട്ട കൃഷിക്കാരൻ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഒരു മുടങ്കാരിൽ തൂങ്ങി വരിക്കുന്നു. അപ്പൊ ഇവിടെ ഇഞ്ചി കൃഷി നടത്തിയിട്ട് 6000 സ്ക്വയർ ഫീറ്റ് വീട്, ഇഞ്ചി കൃഷിയിലെ നോബൽ സമ്മാനം ഇപ്പോ അദ്ദേഹത്തെ തേടിയെത്തും. പക്ഷെ അത് സ്വീകരിക്കേണ്ടി വരിക സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണോ എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. വെറുക്കപ്പെട്ടവരായി നിങ്ങൾ മാറി. നിങ്ങൾ മനസ്സിലായിക്കോണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ റിസൾട്ട് അതിന്റെ കൂടി ഭാഗമായിട്ടാ. ആ വെറുക്കപ്പെട്ടവരായി മാറി നിന്ന് പരമാവധി ജനശിക്ഷയുടെ ആഘാതം കുറയ്ക്കാനുള്ള തത്രപ്പാടിൽ നിങ്ങൾ എല്ലാ വർഗീയവാദികളുമായി കൂട്ടുചേർന്നു അല്ലേ? അതിൽ വെൽഫെയർ പാർട്ടിയുണ്ട്, അതിൽ SDPI ഉണ്ട്, അതിൽ BJP ഉണ്ട്. ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആകെ നാണം കെട്ടപ്പോ വെൽഫെയർ പാർട്ടിയെ UDF മുത്തലാഖ് ചൊല്ലിയിരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, പുതിയ പാർലമെന്റ് പാസാക്കിയ മുത്തലാഖ് നിയമം അനുസരിച്ച് മിക്കവാറും കുഞ്ഞാലിക്കുട്ടിയും മുല്ലപ്പള്ളിയും ജയിലിൽ പോകേണ്ടതായിട്ട് വരും. വെൽഫെയർ പാർട്ടി ജീവനാംശത്തിന് കേസ് കൊടുക്കുമെന്നാണ് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴാണ് തോന്നുന്നത് മുത്തലാഖ് ബില്ലിന്റെ ചർച്ചാ സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ പാർലമെന്റിൽ നിന്ന് മുങ്ങിയത് ഈ ഒരു അപകടം വരുമോ എന്ന് ഭയന്നിട്ടാണ് എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ BJP എന്ന് വെറുതെ പറഞ്ഞതല്ല. തൃക്കാക്കരങ്ങൻ കുറെ ലിസ്റ്റ് വായിച്ചല്ല, ലിസ്റ്റ് ഒരുപാട് ഇവിടെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ചർച്ച ഇവിടെ നടക്കുന്ന ഇപ്പോ കൊച്ചി കോർപ്പറേഷനിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിന്റെ അംഗത്തെ BJPയുടെ 5 അംഗങ്ങളും പിന്തുണച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഇന്നത്തെ കാര്യം പറയുന്നത്. ചരിത്രത്തിലുടനീളം ഈ അവിശുദ്ധ സഖ്യമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഗാന്ധി പ്രതിമയിൽ BJPയുടെ പതാക കെട്ടിയ RSSന്റെ നടപടിക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ കോൺഗ്രസിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? മൗനമല്ലേ? കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ആരെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങൾ BJP ഇപ്പോഴും അത് കാണുന്നില്ല, മുസ്ലിം ലീഗ് ഇപ്പോഴും അതൊന്നും കാണുന്നില്ലല്ലോ. മണ്ണാർക്കാട് അംഗം പറയുന്നു ബംഗാളിൽ ഖഗൻ മുർമു പോയത്രേ. അങ്ങേക്ക് ആ പേര് മാത്രമേ അറിയുള്ളൂ. ഖഗൻ മുർമുവിനെ ഞങ്ങൾ പുറത്താക്കി, അയാൾ പോയി BJPയിൽ ചേരുകയും ചെയ്തു, സത്യം. പക്ഷെ ഖഗൻ മുർമു ഒറ്റക്കല്ല പോയത്. ഖഗൻ മുർമു കൈകോർത്ത് പിടിച്ചത് ദുലാൽ ചന്ദ്രബാറിന്റെയാണ്. ദുലാൽ ചന്ദ്രബാർ കൈപ്പത്തി അടയാളത്തിൽ ജയിച്ച കോൺഗ്രസിന്റെ നേതാവാണ്. അത് കാണാത്ത ലീഗിന്റെ കണ്ണുണ്ടല്ലോ, ആ കണ്ണാണ് മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്നതിന് തടസ്സം. നിങ്ങൾ എന്നിട്ട് ബംഗാളിലെ ഞങ്ങളുടെ സ്ഥിതി പറഞ്ഞു. ആ പടിഞ്ഞാറൻ ബംഗാളിൽ മന്ത്രിസഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 3 മന്ത്രിമാരുണ്ടായിരുന്ന ഒരു കാലത്ത് ഇന്ന് 3 പഞ്ചായത്ത് മെമ്പറില്ല. അത് നിങ്ങൾ ആദ്യം പരിശോധിക്ക്, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ ഇപ്പോ മുസ്ലിം ലീഗിന്റെ നേതാവ് വേങ്ങര അംഗം പറഞ്ഞു ദേശീയ തലത്തിലൊരു സഖ്യമുണ്ട്. അതിന്റെ വിശദാംശം അദ്ദേഹം പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിലെ ആ സഖ്യമുള്ളത് കൊണ്ടാവാം യുദ്ധം മതിയാക്കി പെട്ടിമടക്കി കേരളത്തിലേക്ക് വരുന്നത്. ആ സഖ്യമുള്ളത് കൊണ്ടാവാം വോട്ട് ചെയ്യാൻ വിമാനം വൈകിയത് മുൻപ് സംഭവിച്ചത്. ആ സഖ്യത്തെക്കുറിച്ചായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. RSS വേട്ടയാടുകയല്ലേ ഇടതുപക്ഷത്തെ? കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടു RSS നേതാവ്. അത് പരസ്യമായി പൊതുയോഗത്തിൽ പ്രഖ്യാപിച്ചു. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ തലയ്ക്ക് 50 രൂപ വിലയിട്ടിട്ടുള്ള ഒരു സംഭവം ഏതെങ്കിലും ഒരു RSSകാരൻ പ്രസംഗിച്ചിട്ടുണ്ടോ? അതെന്തേ കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയ്ക്ക് വിലയില്ലാതെ പോയി? ആ തലയ്ക്ക് വിലയില്ലാതെ പോകാൻ കാരണം കോൺഗ്രസ് നേതാക്കന്മാരുടെ തല നല്ല ആരോഗ്യത്തോടെ ഇരുന്നാലും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് ഒരു അസ്വസ്ഥതയുമില്ല, RSSനെതിരെ ഒരു വാക്കുപോലും ഉരിയാടില്ല എന്നുറപ്പുള്ളതുകൊണ്ടാണ്.
ആ അസ്വസ്ഥതയാണ് ആ സ്വസ്ഥതയാണ് കോൺഗ്രസിനെതിരെ ശബ്ദം ഉയർത്താതിരിക്കാൻ കാരണം. ഇടതുപക്ഷത്തിനെതിരെ തലയ്ക്കൊരു കോടി വിലയിട്ടിട്ടും ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടും ഇടതുപക്ഷം ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുമായി മുൻപോട്ട് പോകുന്നു എന്നതുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ കയറൂരി വിടുകയാണ്. എന്നിട്ട് അന്വേഷണത്തിന്റെ പേരിൽ വീർപ്പ് മുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം തീർത്തങ്ങ് പറഞ്ഞേക്കാം, ഇഡിയും NIA-യും CBI-യും കസ്റ്റംസും എല്ലാം കോൺഗ്രസിന് വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറം അതൊക്കെ ഡേർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റാണ്, വേട്ടയാടലാണ്. പക്ഷെ കേരളത്തിൽ വന്നാൽ ആ വേട്ടയോടൊപ്പമാണ്. അങ്ങനെ വേട്ടയാടുകയാണ്. അമ്മയും മകനും കോടതിയിൽ നിൽക്കുകയാണല്ലോ. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിൽ അച്ഛനും മകനും ജയിലിൽ കിടന്നല്ലോ തമിഴ്നാട്ടിൽ. ഇത് ഒരുപാട് അനുഭവങ്ങൾ ഇന്ത്യ എമ്പാടും ഉണ്ടല്ലോ. പക്ഷെ കേരളത്തിൽ നിങ്ങൾ ഈ ഡേർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പമാണ്. നിങ്ങൾ കരുതുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അങ്ങ് ചോദ്യം ചെയ്ത് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രചാരവേല സംഘടിപ്പിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാമെന്നാണ്. ശ്രീ KT ജലീലിനെ ചോദ്യം ചെയ്തത് സംബന്ധിച്ച് എന്തൊക്കെ കോലാഹലങ്ങൾ ഇവിടെ ഉയർന്നു വന്നു. ഒരു കാര്യം തീർത്തങ്ങ് പറഞ്ഞേക്കാം, സഖാവ് KT ജലീലിനെ എന്നല്ല ഈ ഗവൺമെന്റിലെ ഒരാളുടെയും രോമത്തിൽ തൊടാൻ കേന്ദ്ര ഏജൻസിയും നിങ്ങളും RSSും ഒത്തുപിടിച്ചാലും നടക്കില്ല. ഇത് സത്യസന്ധതയുടെ ആൾരൂപങ്ങളെ നിറച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. ജനകീയ കോടതിയിൽ എപ്പോഴും അംഗീകാരം നേടുന്നവരാണ്. മാതൃകയായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്നവരാണ്. RSSന് നിരാശപ്പെടേണ്ടി വരും. കേന്ദ്ര ഏജൻസികൾക്ക് വെട്ടിപൂട്ടി പോകേണ്ടി വരും. UDFന് വീണ്ടും വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ അമർന്നിരിക്കേണ്ടി വരും. ഇത് കേരളമാണ്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തെ പിന്തുണയ്ക്കുന്നു.